ഹായ്, ഞാൻ ബോബൻ ജേക്കബ്സ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഒരു മധുര പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ: കതിച്ചക്ക 3/4 കിലോ, അധികം പഴുക്കാത്ത ഏത്തപ്പഴം ഒരെണ്ണം, കറുത്ത മുന്തിരി ഉണങ്ങിയത് 50 ഗ്രാം, തേങ്ങാപ്പീര 1 കപ്പ്, കടുക് 1 ടീസ്പൂൺ, ജീരകം ആവശ്യത്തിന്, പച്ചമുളക് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് 1/4 ടീസ്പൂൺ, തൈര് 1 കപ്പ് വരെ എടുക്കാം, കറിവേപ്പില ആവശ്യത്തിന്, മുളക് പൊടി ഒരു ടീസ്പൂൺ, പിന്നെ ആവശ്യമുള്ള എണ്ണ, ഉപ്പ്, ഇതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ. ജീരകം സാദാ ജീരകം. നമുക്കാദ്യം തേങ്ങ അരയ്ക്കാനുള്ള കൂട്ടുണ്ടാക്കാം. അതിലേക്ക് ആദ്യം നമ്മൾ കടുക് 1 ടീസ്പൂൺ പറഞ്ഞിരുന്ന 1/2 ടീസ്പൂൺ കടുക് തേങ്ങയ്ക്കകത്ത് ചേർക്കണം. പിന്നെ കുറച്ച് ജീരകം, പിന്നെ പച്ചമുളക്, അത് ആവശ്യത്തിനുള്ളത് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് ഒരു 3-4. ഇത് നമ്മുടെ കാന്താരിയേക്കാളും കുറച്ചുകൂടെ കൊഴുത്തിയ പച്ചമുളകാണ്, നല്ല എരിവുള്ളതാണ്. അതൊന്ന് 4 എടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് തൈരോട് ഇതിനോട് ചേർക്കാം അരയ്ക്കാൻ വേണ്ടി. നല്ല കട്ട തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. പച്ചമുളകല്ല, കറിവേപ്പില. പച്ചമുളക് ആദ്യം ചേർത്തു ഇട്ടിട്ടുണ്ട്. കറിവേപ്പില അത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിരിക്കുക, തരിതര പരുവത്തിൽ അരച്ചെടുത്തിരിക്കുകയാണ്, അധികം അരഞ്ഞു പോകാത്ത രീതിയിൽ. ഇത് നമുക്ക് ഇവിടെ കൈച്ചക്കയും ഒക്കെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുക്കാം കൈച്ചക്ക ആദ്യമായിട്ട്. ഇതിൻ്റെ സൈസ് കണ്ടല്ലോ, ഒരു മീഡിയം ടൈപ്പാണ്. 2 മണി ചുവടാനും പെട്ടെന്ന് വെന്ത് കലങ്ങിപ്പോവും. ഇത് നമുക്കൊരു കുക്കറെടുത്ത് കുക്കറിലേക്ക് പീസാക്കി വെച്ചിരിക്കുന്ന കൈച്ചക്ക മാറ്റി വെക്കാം. കൈച്ചക്ക ന്യായമായിട്ട് പഴുത്ത കൈച്ചക്കയാണ്. അതിലേക്ക് ഇടേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടേണ്ടത്. കാശ്മീരി ചില്ലി ആകുമ്പോൾ അധികം എരിവ് കാണില്ല, നല്ല കളർ കിട്ടും. അത് നമുക്കൊരു ആവശ്യത്തിന് 1/4 ടീസ്പൂൺ മതി, ധാരാളം. മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നീട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, ഇപ്പോൾ ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ആയിരിക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ ആയിരിക്കുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. അല്പം ഉപ്പും കൂടി അതിൻ്റെ കൂടെ ചേർത്തണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത്, 1/2 കപ്പ് 1 കപ്പ് വെള്ളം ചേർത്ത് കുക്കറിലിട്ടത് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ, അത് ധാരാളം മതി. കരിവേപ്പിലയും ചടച്ച് വെച്ചാൽ ഒരു വിസിൽ 2 വിസിൽ അങ്ങേയറ്റ്. ഇനി നമുക്ക് ഇരിക്കുന്ന ഏത്തപ്പഴം മീഡിയം സൈസിൽ സ്ലൈസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കൈതച്ചക്ക ഏറെക്കുറെ വെന്തിട്ടുണ്ട്. ഇത് ഉടഞ്ഞു പോകാതെ വെന്ത് വയ്ക്കുകയാണ്. 1-2 വിസിൽ, 1 വിസിൽ ധാരാളം മതി എനിക്ക് തോന്നുന്നു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർക്കാം. നമുക്ക് 50 ഗ്രാം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം.
ഈ സമയത്തൊക്കെ ഫ്ലെയിം അല്പം കൂട്ടി കൊടുത്ത് ഏത്തപ്പഴം കൂടെ വേവിച്ചെടുക്കുക. ചെറുതായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ഒരു പാത്രം വെച്ച് 1 മിനിറ്റ്, പ്രഷർ കുക്കറിന് അടപ്പ് വെക്കേണ്ട, ഒരു പാത്രം വെച്ച് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. മുന്തിരി, ഉണക്കമുന്തിരിയൊക്കെ വെന്ത് കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല കുതിർന്ന്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് കടുക് പച്ചയ്ക്ക് 1/2 ടീസ്പൂൺ ബാലൻസ് ഉള്ളത് നമ്മുടെ കറിക്കകത്തോട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമ്മുടെ ചീനിച്ചട്ടി പോലത്തെ എവിടെയും പാത്രമോ തവയോ എടുത്ത് വെച്ച് ചൂടാക്കി ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് എണ്ണ, അധികമൊന്നും വേണ്ട. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിടുക. കട്ടിയുള്ള ചട്ടിയാൽ തന്നെ ചൂടാകാൻ ഇച്ചിരി താമസം വരും. കടുക് പതുക്കെ പൊട്ടി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കടുകെല്ലാം നല്ല പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചുവന്നുള്ളി അരിഞ്ഞ് ചേർക്കുക. ചുവന്നുള്ളി, നമ്മുടെ പച്ചമുളക്, ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല, ഒരു പച്ചമുളക് മുറിച്ച് മൂപ്പിച്ചെടുക്കുക. അതിനകത്ത് ഇച്ചിരി കരിവേപ്പില ഇട്ടേക്കുക. കറിവേപ്പില എത്ര ചെയ്ത് മാത്രം ടേസ്റ്റ് കൂടും. ഇത് നല്ല വഴന്ന് കഴിയുമ്പോൾ സാധാരണ കടുക് തളിക്കുന്ന സംഭവം തന്നെ, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ചുമന്ന് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. ചുവന്നുള്ളി, പച്ചമുളകും കരിവേപ്പില എല്ലാം നല്ല കറക്റ്റ് മൂത്ത് അതിനകത്ത് സ്വല്പം ചുവന്ന മുളക് പൊടി കൊണ്ട് ഇട്ടേക്കാം. കറിക്കൊരു കളർ കിട്ടണമല്ലോ, കാശ്മീർ ചില്ലി. ഇനി നമുക്ക് കുക്കറിലിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒഴിക്കാം, താളിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് സ്വല്പം ശർക്കര വേണേൽ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര നിർബന്ധമില്ല. നമ്മുടെ രുചികരമായ മധുരപ്പച്ചടി തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് തൊടുകറിയായിട്ട് ഉപയോഗിക്കാം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ഓണം സ്പെഷ്യലാണ്. ഓണത്തിനുള്ള പ്രത്യേക തൊടുകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഓബൻ ജേക്കബ്സ്.